ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. നമുക്ക് ഇന്ന് പഴഞ്ചൊല്ല് പറയാം. പഴഞ്ചൊല്ല് കേൾക്കണം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. കേട്ടിട്ടുണ്ടാവും. വേണ്ടവരോട് എതിരിടാതെ വീട്ടുകാരോട് കയർക്കുക. വേണ്ട കാര്യം വേണ്ടപ്പോൾ ചെയ്യാനുള്ള ഔചിത്യബോധം നമുക്കുണ്ടായിരിക്കണം. ഉചിതജ്ഞത ഇല്ലാത്ത ഒരുവന് പല പാകപ്പിഴകളും വന്നു ചേരാറുണ്ട്. തൻ്റെ കഴിവുകേടുകൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങളിൽ ഈർഷ്യയും നാണക്കേടും തോന്നിയെന്ന് വരും. അതെല്ലാം തീർക്കുന്നതിന് അത്തരക്കാർ കണ്ടെത്തുന്ന മാർഗം തനിക്ക് സ്വാതന്ത്ര്യമുള്ള സ്വന്തം വീട്ടുകാരോട് കയർക്കുകയും അവരോട് ബഹളം വയ്ക്കുകയും അങ്ങനെ രോഷം തീർക്കുകയുമാണ്. ഇത്തരം സ്വഭാവവിശേഷമുള്ള ചിലരെ നമ്മുടെ ചുറ്റുപാടിൽ കണ്ടെത്താൻ കഴിയും. ലോകപരിചയം കൊണ്ട് മാത്രമേ ഇത് നിയന്ത്രിക്കാനും ഔചിത്യബോധം വളർത്തിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം ശ്രദ്ധിക്കണേ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. വേണ്ടവരോട് എതിരിടാതെ വീട്ടുകാരോട് കയർക്കുക. മിക്ക വീടുകളിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണല്ലേ ഇതൊക്കെ. ചില ആൾക്കാർ, എല്ലാവരല്ല, ശ്രദ്ധിക്കണേ. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം. അടയ്ക്കാമരമായാലോ? ചെറുപ്രായത്തിൽ കുട്ടികളെ നിയന്ത്രിക്കാം. അവർ വലുതായാൽ അതിന് സാധിക്കുകയില്ല. അടയ്ക്ക ചെറിയ വസ്തുവാണ്. അത് നമുക്ക് മടിയിൽ വെച്ച് ഇഷ്ടം പോലെ സഞ്ചരിക്കാം. എന്നാൽ അടയ്ക്കാമരം അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ലല്ലോ. ഈ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഭാവ രൂപീകരണത്തെയാണ്. കുട്ടിക്കാലത്ത് രക്ഷിതാവ് കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്താൻ ശ്രദ്ധിക്കണം. ആ അവസരത്തിൽ അവരുടെ മനസ്സും ബുദ്ധിയും ഏത് രൂപത്തിലാക്കി തീർക്കാവുന്നതാണ്. ആ പ്രായത്തിൽ അവരുടെ മനസ്സും ബുദ്ധിയും ഏത് രൂപത്തിലും ആക്കി തീർക്കാവുന്നതാണ്. ആ പ്രായത്തിൽ കുട്ടികളെ നല്ല വഴിക്ക് നയിക്കാൻ രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ ദുർമാർഗികളായി പരിണമിക്കുന്നതായിരിക്കും. അതിൽ പിന്നീട് ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടില്ലേ? ആ ചൊല്ലിൻ്റെയും സാരാംശം ഇതുതന്നെ. ശൈശവത്തിലെ വേണ്ട പോലെ നിയന്ത്രിച്ചു വളർത്തിയില്ലെങ്കിൽ കുഞ്ഞ് താന്തോന്നിയാകും. അത് വീടിനും നാടിനും ഒരുപോലെ ദ്രോഹമായി തീരുകയും ചെയ്യും. ഇതാണ് പണ്ടുള്ളവർ പറയാ, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമായാലോ. ഇപ്പോഴിങ്ങനത്തെ പഴഞ്ചൊല്ലൊന്നും നമ്മൾ കേൾക്കണില്ല. വയസ്സായ ആളുകൾ ഇപ്പോൾ പഴഞ്ചൊല്ലൊന്നും പറയാൻ അവർക്ക് നേരമില്ല അല്ലേ. എന്നാലും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മളൊക്കെ? എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. ചെറുപ്രായത്തിൽ കുട്ടികളെ നിയന്ത്രിക്കാം, അവർ വലുതായാൽ അതിന് സാധിക്കില്ല. പിന്നെ പറയണ്ടേ, അടി തെറ്റിയാൽ ആനയും വീഴും. എത്ര വലിയവനാണെങ്കിലും ചുവട് പിഴച്ചാൽ വീഴുക തന്നെ ചെയ്യും. ആന ഏറ്റവും ഭീമാകാരനായ ജന്തുവാണ്. വളരെ ശ്രദ്ധിച്ചേ നടക്കുകയുള്ളൂ. അവന് ചുവട് തെറ്റിപ്പോയാൽ വീഴുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ ശ്രദ്ധിച്ച് നടക്കണം. അശ്രദ്ധയോ ആലോചനക്കുറവോ അവിവേകമോ പറ്റിയാൽ നാമും വഴി പിഴച്ചു പോകും. എത്ര ഉന്നത സ്ഥാനീയനായാലും നിയന്ത്രണം തെറ്റിപ്പോയാൽ അധപതിക്കും. വലിയവരാകുമ്പോൾ ഓരോ കാര്യസാധ്യത്തിനായി പലരും നമ്മെ സ്വാധീനിച്ചെന്ന് വരും. അതിനായി ഏതു ഹീനമാർഗവും അവർ പ്രയോഗിച്ചു നോക്കും. ആ കെണിയിൽ വീണു പോകാതെ നോക്കാൻ ജാഗരൂകത ആവശ്യമാണ്. അവരുടെ താളത്തിന് തുള്ളാൻ ശ്രമിച്ചാൽ നമ്മുടെ ചുവട് തെറ്റും. അത് നമ്മെ അധപതനത്തിലേക്ക് നയിക്കും. അതിനാൽ നാം വളരെ സൂക്ഷിച്ചു മുന്നോട്ട് പോകണം. ഇത് ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ ഈ പഴഞ്ചൊല്ല്? ഇതിൻ്റെ അർത്ഥമാണ് കേട്ടോ പറയണത്. അടി തെറ്റിയാൽ ആനയും വീഴും. എത്ര വലിയവനായാലും ചുവട് പിഴച്ചാൽ വീഴുക തന്നെ ചെയ്യും. പിന്നെ കുറുക്കൻ്റെ ഒരു പറയില്ലേ, എത്താത്ത മുന്തിരി പുളിക്കും. തനിക്ക് കിട്ടാത്തത് ചീത്തയായി ചിത്രീകരിക്കൽ. കുറുക്കൻ മുന്തിരിങ്ങയ്ക്ക് പാടിയ കഥ നാം കേട്ടിട്ടുള്ളതാണല്ലോ. എത്ര ചാടിയിട്ടും കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ
മുന്തിരിങ്ങയെ പൊളിക്കുന്ന വസ്തുവായി ചിത്രീകരിച്ചുകൊണ്ട് കുറുക്കൻ കടന്നുപോയ കഥ. അതുപോലെ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു വസ്തു കിട്ടാനായി ചിലർ അത്യധികം പ്രയത്നിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ലഭ്യമല്ലാതെ വരുമ്പോൾ ആ വസ്തുവിനെ അവർ വളരെ മോശപ്പെട്ട ഒന്നായി ചിത്രീകരിക്കുക പതിവാണ്. ഈ സ്വഭാവം പലർക്കും കാണാം. എന്നാൽ ഇത്തരം കപട ചിന്താഗതി ഒരിക്കലും നന്നല്ല. ഇത് പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഇവരെ എത്താത്ത മുന്തിരി പൊളിക്കും, കിട്ടാത്ത മുന്തിരി പൊളിക്കും, ഇങ്ങനെയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്, തനിക്ക് കിട്ടാത്തത് ചീത്തയായി ചിത്രീകരിക്കാം. പിന്നെ ഒരു പഴഞ്ചൊല്ലുകൂടി ഉണ്ട് കേട്ടോ, എലിയെ തോൽപ്പിക്കാനില്ലം ചുടുക. ഇപ്പോൾ വിവേകമില്ലാത്ത പ്രവൃത്തി വിനാശകരം. എന്ത് ചെയ്തിട്ടും എലിയെ പിടിക്കാനോ തോൽപ്പിക്കാനോ കഴിയാതെ വന്നപ്പോൾ പുരയ്ക്ക് തീയിട്ടു. നമ്പൂരി എലിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് മഹാവിഡ്ഢിത്തമാണ്. ഈ പ്രവൃത്തി കൊണ്ട് എലിയെ പിടിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, വീട് കത്തി നശിച്ചു പോകുകയും ചെയ്യും. ഇത് വിവേകരഹിതമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഒരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ചിരിക്കണം. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാകും? കാര്യം സാധിക്കുമോ? അതോ കഷ്ടങ്ങളാണോ സംഭവിക്കുക എന്നെല്ലാം ദീർഘദൃഷ്ടിയോടെ കണ്ടറിഞ്ഞു വേണം നാം ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുവാൻ. അല്ലെങ്കിൽ അത് നാശത്തിന് ഹേതുവായി ഭവിക്കും. ഇതും ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലാണ്. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക. പണ്ട് വയസ്സായ അമ്മമാരൊക്കെ പറയും, എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടണോ എന്നൊക്കെ ചോദിക്കും. വിവേകമില്ലാത്ത പ്രവൃത്തി വിനാശകരം, അതാണ് അർത്ഥം കേട്ടോ. ഇനിയൊരു പഴഞ്ചൊല്ല്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. നന്നായിട്ട് അധ്വാനിച്ചാൽ സുഖമായി അനുഭവിക്കാം. നന്നായിട്ട് അനുഭവിച്ച് ആസ്വദിക്കണമെങ്കിൽ അതിന് നല്ലപോലെ അധ്വാനിക്കുകയും വേണം. കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. അധ്വാനിക്കാതെ അലസരായി ഇരുന്നാൽ നമുക്ക് ജീവിതം ദുസ്സഹമായി തീരും. നമ്മുടെ ശരീരഘടന തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. 2 കൈകൾ നമുക്ക് തന്നപ്പോൾ ഒരു വായ മാത്രമേ കിട്ടിയുള്ളൂ. എന്താണെന്ന് ചുഴിഞ്ഞാലോചിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. 2 കൈകൊണ്ടും നന്നായി അധ്വാനിച്ചു നേടിയാലേ ഒരു വായ്ക്കുള്ള ഭക്ഷണം സമ്പാദിക്കാനാകും. അപ്പോൾ അധ്വാനിക്കാതെ വെറുതെ ഇരുന്നാൽ എന്താവും സ്ഥിതി? കഷ്ടപ്പെടാതെ ഭക്ഷണം നേടാനാവില്ല. അപ്പോൾ ഈ പഴഞ്ചൊല്ല് പണ്ടൊക്കെ പറയുന്നത്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം, നന്നായിട്ട് അധ്വാനിച്ചാൽ സുഖമായി അനുഭവിക്കാം. പിന്നെ ഒരു പഴഞ്ചൊല്ല് എഴുതിയിട്ടാ, ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും. അത് എപ്പോഴും പറയണത് തന്നെയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. പണ്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ പറയും, നിർബന്ധിച്ച് യോജിപ്പിച്ചാൽ ഭംഗിയാവില്ല. നീളം പോരാഞ്ഞ് പാകമാക്കാനാണല്ലോ ഏച്ചു കെട്ടുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികത നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, മുഴച്ചിരിക്കുന്നതിനാൽ അഭംഗിയുമായിരിക്കും. നിർബന്ധിച്ച് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഏച്ചുകൂട്ടുന്നത് പോലെ അസ്വാഭാവികത വരുത്താനേ സഹായിക്കുകയുള്ളൂ. പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥമായ യോജന മാത്രമേ ഭംഗിയുള്ളതും ദൃഢതരവുമാവുകയുള്ളൂ. അല്ലാതെയുള്ള ഏച്ചുകെട്ടിയ ബന്ധങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാവുകയില്ല, അസ്വാരസ്യവുമായിരിക്കും. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കാൻ പോവേണ്ട. ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും, നിർബന്ധിച്ച് യോജിപ്പിച്ചാൽ ഭംഗിയാവില്ല. ഇനി ഐക്യമത്യം മഹാബലം പറയുന്നുണ്ട്. ഒന്നിച്ചു നിന്നാൽ മഹത്തായ ശക്തി. ഇതും ചെറുപ്പത്തിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പരസ്പരം ഒത്തൊരുമയോടെ നിൽക്കുകയാണെങ്കിൽ നാം ഒരു മഹത്തായ ശക്തിയായി രൂപാന്തരപ്പെടും. നേരെ മറിച്ച് കലഹിച്ച് വേർതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ദുർബലരായി പോകും. ഉണങ്ങിയ വിറകിൻ ചുള്ളികൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബലമില്ലാത്തതും ഒടിച്ചാൽ ഒടിയുന്നവയുമാണ്. എന്നാൽ അവ ഒറ്റക്കെട്ടായി മാറ്റിയാൽ അതൊടിക്കാൻ കഴിയാതെ വരും. ഈ ശക്തി എവിടെ നിന്നുണ്ടായി? ഒത്തൊരുമയോടെ ഒന്നിച്ചു നിന്നതാണ് ആ ശക്തി സാധ്യമാക്കിയത്.
രാഷ്ട്രത്തിലെ പ്രജകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ ശത്രു രാജ്യങ്ങൾക്ക് നമ്മെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഐക്യമത്യ മഹാബലം കേട്ടിട്ടില്ലേ? ഒന്നിച്ചു നിന്നാൽ മഹത്തായ ശക്തി. കച്ചിട്ടിറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ. തള്ളാനും കൊള്ളാനും പറ്റാത്ത നില. ചില പ്രശ്നങ്ങളിൽ ചെന്നപ്പെട്ടാൽ അത് ഉപേക്ഷിക്കാനും പറ്റില്ല, കൊണ്ടു നടക്കാനും പറ്റില്ല എന്ന നിലയിലാകും. ഇതിന് മറ്റൊരു രീതിയിൽ ധർമ്മസങ്കടത്തിൽ പെടുക എന്ന് പറയാം. സ്വീകരിച്ചാൽ ചില കുഴപ്പങ്ങൾ ഉണ്ടായെന്ന് വരാം, സ്വീകരിച്ചില്ലെങ്കിൽ അതിലേറെ വൈഷമ്യവും ആവും സംഭവിക്കുക. ഈ ഒരു അവസ്ഥ വലിയ ധർമ്മസങ്കടത്തിലേക്ക് നമ്മെ നയിക്കും. കയ്പുള്ളതിനാൽ ഇറക്കാൻ ബുദ്ധിമുട്ട്, മാധുര്യം കൊണ്ട് തുപ്പിക്കളയാനും മടി. രാജാവിനെ കൊല്ലാൻ സേവകർ പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. രാജാവ് എന്നും പ്രസാദമായ പായസം അല്പം കഴിച്ചേ കിടക്കാറുള്ളൂ. ഇതറിയാവുന്ന ശത്രുക്കൾ ആ പായസത്തിലാണ് വിഷം ചേർത്ത് കൊടുത്തത്. രാജാവ് ഭഗവത് പ്രസാദം വായിലിട്ടപ്പോൾ പതിവിന് വിപരീതമായി നല്ല കയ്പ്. പക്ഷെ അത് തുപ്പിക്കളയാൻ മടി, കാരണം അത് ഭഗവാനെ അനാദരിക്കലോ. രാജാവ് ധർമ്മസങ്കടത്തിലായി. ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ നമുക്കും ജീവിതത്തിലുണ്ടായെന്ന് വരും. തള്ളാനും കൊള്ളാനും പറ്റാത്ത നില, കച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ജന്മനായുള്ള വൈകല്യം മാറ്റാൻ എളുപ്പമല്ല. കാക്ക ജന്മന കറുത്തതാണല്ലോ. അത് എത്ര കുളിച്ചാലും കൊക്കിനെ പോലെ വെളുത്ത നിറമുള്ളതായി തീരുകയില്ല. ജന്മനാനുള്ള കറുപ്പ് നിറത്തെ മാറ്റിയെടുക്കാൻ എത്ര പരിശ്രമിച്ചാലും സാധിക്കുന്നതല്ല. ജന്മസിദ്ധമായ അഭിരുചികളും വാസനകളും മാത്രമേ അഭ്യാസബലം കൊണ്ട് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ജന്മവാസനയില്ലാത്തൊരു കാര്യത്തിന് എത്രമാത്രം പരിശ്രമിച്ചാലും ഫലം കാണുകയില്ല. സംഗീത വാസനയില്ലാത്തവൻ എത്രമാത്രം ശാസ്ത്രീയമായി അഭ്യസിച്ചാലും നല്ല ഒരു ഗായകനായി തീരുകയില്ല. കർമ്മം കൊണ്ട് വളർത്തിയെടുക്കണമെങ്കിൽ ജന്മവാസന കൂടിയേ തീരും. ജാത്യാലുള്ളത് തൂത്താൽ പോകുമെന്ന ചൊല്ലിലും ഇതേ ആശയമുണ്ട്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? പണ്ടത്തെ പഴഞ്ചൊല്ല അത്. ജന്മനാ ഉള്ള വൈകല്യം മാറ്റാൻ എളുപ്പമല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുക. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി. നാം ചിലപ്പോഴൊക്കെ ആലോചനശൂന്യമായ പ്രവൃത്തികൾക്ക് ഒരുപെടാറുണ്ട്. ഇത് അങ്ങേയറ്റം മണ്ടത്തരമാണ്. കാള പ്രസവിക്കാറില്ലല്ലോ, കാള വിറ്റു എന്നാണ് പറഞ്ഞത്. പശുവല്ലേ പ്രസവിക്കുക എന്ന് തീരെ ആലോചിക്കാതെ പെട്ടെന്ന് കയറെടുക്കാൻ തുനിയുക പരിഹാസ്യം തന്നെയാണ്. ചിന്താരഹിതമായ പ്രവൃത്തി നമ്മെ പല ആപത്തുകളിലും ചാടിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്ത് ചാടുന്നത് അപകടം ക്ഷണിച്ചു വരുത്തലായിരിക്കും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ആലോചിച്ചു വേണം എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ. ചിന്താശീലരായവർ അങ്ങനെയേ ചെയ്യുകയുള്ളൂ. അല്ലാതെയുള്ള പ്രവർത്തനം വിഡ്ഢിത്തമാണ്. ഇതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കേട്ടോ. കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നമ്മെ സ്വയം നന്നായി അറിയാൻ നല്ല സുഹൃത്തുക്കളുണ്ടായാൽ മാത്രം മതി. മുഖത്തിൽ എന്തെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ നമുക്ക് സ്വയമേവ അറിയാൻ കഴിയുകയില്ല. അതിന് കണ്ണാടിയിൽ നോക്കുകയാണ് പതിവ്. ഉത്തമനായ ഒരു സുഹൃത്തുണ്ടെങ്കിൽ വൈകല്യങ്ങൾ അയാൾ കാട്ടിത്തരികയും ശരിയാക്കി തരികയും ചെയ്യും. സുഹൃത്ത് നല്ലവനല്ലെങ്കിലോ
അയാൾ ഇക്കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുക പോലും ചെയ്യുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ പരിഹാസ്യമാക്കുകയാണ് അയാളുടെ ലക്ഷ്യം. അതുകൊണ്ട് അയാൾ മിണ്ടാതിരിക്കുകയും നാം അപഹാസ്യരാകുമ്പോൾ ഉള്ളാലെ സന്തോഷിക്കുകയും ചെയ്യും. അതിനാൽ നാം ഉത്തമ സ്നേഹിതരെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഇതൊക്കെ പണ്ട് പറയാറുള്ളതാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നമ്മെ സ്വയം നന്നായി അറിയാൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ മാത്രം മതി. പിന്നെ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. അത് കേട്ടിട്ടില്ലേ? എൻ്റെ മേമച്ചൊക്കെ എപ്പോഴും പറയട്ടത്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. അമ്മയുടെ അനിയത്തി പറയും, മേമച്ചിന്ന് വിളിക്കും. കഠിനങ്ങളായ കഷ്ടതകളെ തരണം ചെയ്തവർ നിസ്സാര ദുരിതങ്ങളിൽ വിഷമിക്കുകയില്ല. സസ്യജാലങ്ങൾക്ക് മുളച്ചു വരാൻ തീ എപ്പോഴും പ്രതിബന്ധമാണ്. അത്രയും കടുത്ത പ്രതിസന്ധിയെയും മറികടന്ന് മുളച്ചു വരാൻ സാധിച്ച ചെടിക്ക് അതിൽ എത്രയോ നിസ്സാരമായ വെയിൽ തളർച്ചയോ വാട്ടമോ വരുത്തി തീർക്കുകയില്ല. ഗുരുതരമായ വിഷമതകൾ അനുഭവിച്ച് അതിനെയെല്ലാം അതിജീവിച്ച് നിലനിൽക്കാൻ കഴിഞ്ഞ ഒരുവന് അതിലും ചെറിയ തോതിലുള്ള ക്ലേശങ്ങൾ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും. ഒരിക്കലും അവനെ അത് തളർത്തുകയില്ല. ബാല്യത്തിൽ കഷ്ടതകളെ നേരിടാൻ കുട്ടികൾ ശീലിക്കണം. അല്ലാത്ത കുട്ടികളാണ് തളരണതും പെട്ടെന്ന് ഓരോന്നൊക്കെ ചെയ്യണതും. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ? കുറച്ചൊക്കെ കുട്ടികളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അറിഞ്ഞ് വളർന്നാലാണ് നല്ല കുട്ടികളാവുള്ളൂ. ഒന്നും അറിയാത്ത കുട്ടികൾ ശരിക്കും പകച്ചു പോവില്ലേ? അവർക്ക് സങ്കടം സഹിക്കാനും പറ്റില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അതിന് ആ പഴഞ്ചൊല്ലാണ് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. കഠിനങ്ങളായ കഷ്ടതകളെ തരണം ചെയ്തവർ നിസ്സാര ദുരിതങ്ങളിൽ വിഷമിക്കുകയില്ല. നുണയ്ക്ക് കാലില്ല. അസത്യങ്ങൾ പെട്ടെന്ന് പ്രചരിക്കും. അസത്യ പ്രസ്താവനകൾ അതിവേഗം പ്രചരിക്കുന്നത് കാണാം. അവയ്ക്ക് കാലില്ല, ചിറകാണുള്ളത്. സത്യസന്ധമായ കാര്യങ്ങൾക്ക് പ്രചാരം കുറവാണ്. അത് സാവധാനമേ സഞ്ചരിക്കുകയുള്ളൂ. എന്തെങ്കിലും ഊഹോപോഹങ്ങൾ ആരെങ്കിലും പറയാനിടയാക്കിയാൽ അത് കാട്ടുതീ പോലെ എത്ര വേഗമാണ് നാട് മുഴുവൻ പരക്കുന്നത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടത് ഒരു മെഡിക്കൽ ഷോപ്പ് ഇട്ടിട്ട്. അസത്യങ്ങളെ പ്രചരിപ്പിക്കാനാണ് പൊതുവെ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം. നുണക്കഥകൾ പ്രചരിപ്പിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിൽ എന്തോ ഒരു പ്രത്യേക സുഖം ഇക്കൂട്ടർ അനുഭവിക്കുന്നു. അതുകൊണ്ടാവാം നുണയ്ക്ക് കാലില്ല എന്ന ചൊല്ല് ഉണ്ടാകാനിടയായത്. നുണയ്ക്ക് അടിസ്ഥാനമില്ല. കാലില്ലാത്തതിനാൽ നുണ അധികകാലം ഉറച്ചു നിൽക്കുകയില്ല. നുണക്കഥകൾ വേഗം പൊളിയും. അസത്യങ്ങൾ പെട്ടെന്ന് പ്രചരിക്കും. അതാണ് നുണയ്ക്കു കാലില്ല എന്ന് പറയുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അത് കേട്ടിട്ടില്ലേ പഴഞ്ചൊല്ല്? നല്ല രസമുണ്ടല്ലേ? ക്ഷമാശീലം കൊണ്ട് എന്തും നേടാനാകും. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന പഴമൊഴിയും ഇതേ അർത്ഥത്തിൽ പെടുന്നതാണ്. ഭക്ഷിക്കാൻ പറ്റാത്ത വസ്തുക്കളാണ് പനയും മുള്ളും. അവ പോലും ഭക്ഷ്യയോഗ്യമായി തീരും ക്ഷമയോടെ പരിശ്രമിച്ചാൽ. സാവകാശം അവധാനതയോടെ നിരന്തരമായി പരിശ്രമിക്കുകയാണെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ക്ഷമാശീലമില്ലാത്തവർക്ക് പെട്ടെന്ന് ശുണ്ഠി വരും. കാര്യം ശരിയാവുന്നില്ല എന്ന് തോന്നുമ്പോഴേക്കും അവരത് ഉപേക്ഷിച്ചു പോകും. കാര്യങ്ങൾ ശരിയാകും വരെ ക്ഷമയോടെ നിരന്തരം പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. മഹാന്മാരെല്ലാം ക്ഷമയുള്ള പരിശ്രമശാലികളായിരുന്നു. ക്ഷമാശീലം കൊണ്ട് എന്തും നേടാനാകും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ് ക്ഷമ, സഹനം.
സഹനത്തിലൂടെ ക്രൈസ്റ്റ് മരണത്തെ ജയിച്ചു. അതാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം, ക്ഷമാശീലം കൊണ്ട് എന്തും നേടാനാകുമെന്ന് പറയണത്. അപ്പം ഇന്ന് ഇത്രയും മതി കേട്ടോ പഴഞ്ചൊല്ല്. ഇഷ്ടമായെങ്കിൽ താങ്ക് യു.